പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഈ സ്ഥലം കണ്ടോ? നല്ലൊരു ഭംഗിയുണ്ടല്ലേ? എന്തൊരു ജനക്കൂട്ടമാണെന്ന് കണ്ടോ? ഇത് ഓസ്ട്രേലിയയിലെ സിഡ്നി എന്ന പട്ടണത്തിലുള്ള ഓപ്ര ഹൗസാണ്. എന്റെ പിന്നിൽ കാണുന്നതാണ് ഓപ്ര ഹൗസ്. ഇത് ലോക പ്രശസ്തി ആർജിച്ചതാണ്. ഇതിനകത്ത് ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട്. നാടകം നടത്തുന്നുണ്ട്, പല ഷോസ് നടത്തുന്നു, പല വിധത്തിലുള്ള പരിപാടികൾ നടത്താനുള്ള അനേകം തിയേറ്റേഴ്സ് ഇവിടെയുണ്ട്. ഇത് കാണാനാണ് ജനങ്ങൾ കൂട്ടത്തോടെ ഇവിടേക്ക് വരുന്നത്. ശരി, ഇന്ന് ദൈവം എനിക്ക് തരുന്ന വചനം എന്താണ് എന്ന് ചോദിച്ചാൽ, സദൃശവാക്യം 8-ാം അധ്യായം 17-ാം വാക്യം. എന്നെ അതിരാവിലെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. ദൈവം പറയുന്നു, എന്നെ അതിരാവിലെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും എന്ന്. അതിരാവിലെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാവേണ്ടതാണ്. അതിനാണ് യേശുക്രിസ്തു നമുക്ക് മാതൃക കാണിച്ചു തന്നത്. മർക്കോസ് 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ യേശു അതിരാവിലെ എഴുന്നേറ്റ് മരുഭൂമിയിൽ ഒരിടത്ത് ചെന്ന് പ്രാർത്ഥിച്ചു എന്ന് അതിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ അതിരാവിലെ ഇരുട്ടോടെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ, ഇരുട്ടിൽ തന്നെ നാം എഴുന്നേൽക്കണം. നാം ഒരുങ്ങി ദൈവസന്നിധിയിൽ ചെന്ന് കാത്തിരുന്ന് ദൈവത്തെ അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം നമ്മെ സമീപിക്കുന്നതും നമ്മോട് സംസാരിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേദപുസ്തകത്തിൽ മോശ എന്നൊരു ഭക്തനെക്കുറിച്ച് വായിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നീ അതിരാവിലെ തന്നെ ഒരുങ്ങിക്കൊണ്ട് ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ എന്റെ അടുത്ത് മലയുടെ കൊടുമുടിയിൽ വന്ന് നിൽക്കണം, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. മോശ അതിരാവിലെ എഴുന്നേറ്റ് തയ്യാറായി ഇരുട്ട് മാറുന്നതിന് മുൻപ് സീനായ് മലയുടെ കൊടുമുടിയിൽ ചെന്ന് നിന്ന് ദൈവത്തെ കാത്തിരുന്നു. ദൈവം ഇറങ്ങി വന്ന് അയാളോട് സംസാരിച്ചുവെന്ന് നാം വായിക്കുന്നു. ഈ സീനായ് എന്ന മല ഈജിപ്ത് നാട്ടിലാണ് ഉള്ളത്. ഒരിക്കൽ പോയപ്പോൾ മോശ യഹോവയെ കണ്ട ആ സീനായ് മല പോയി കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രി 11 മണിക്കാണ് ഞങ്ങളുടെ ബസ്സിൽ ആ മലയുടെ അടിവാരത്തിൽ ഞങ്ങൾ എത്തിയത്. ഗൈഡ് പറഞ്ഞു, രാത്രി 2 മണിക്ക് നിങ്ങൾ മല കയറുവാൻ തുടങ്ങണം. 2 മണിക്കെങ്കിലും കയറാൻ തുടങ്ങിയാലേ രാവിലെ 6 മണിക്കെങ്കിലും കൊടുമുടിയിലെത്താൻ സാധിക്കൂ എന്ന്. എന്റെ അടങ്ങാനാകാത്ത ആഗ്രഹം കാരണം അവിടെ പോകണമെന്ന് തീരുമാനിച്ച് ഉറങ്ങാതെ നടുരാത്രി കുളിച്ച് തയ്യാറായി മലമുകളിലേക്ക് കയറാൻ തുടങ്ങി. അതിരാവിലെ 6 മണിക്ക് സൂര്യോദയ സമയത്ത് ആ മലയുടെ മുകളിൽ എത്തിച്ചേർന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇപ്പോൾ അതിൽ കയറാൻ കല്ല് ചെത്തി പടികൾ ഉണ്ടാക്കിയിരുന്നു. പല പടികളും ഇനിയും ഉണ്ടാക്കിയിട്ടില്ല. അതിൽ കയറാൻ പ്രയാസപ്പെടുമ്പോൾ മോശ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിരാവിലെ എത്ര നേരത്തെയായിരിക്കും മല കയറി ദൈവത്തെ അന്വേഷിക്കാനായി പോയിട്ടുണ്ടാവുക എന്ന്. അങ്ങനെയുള്ള ഒരു ശീലം നാം ഉണ്ടാക്കിയെടുക്കണം. അതിരാവിലെ ഒരുങ്ങി ദൈവസന്നിധിയിൽ ചെല്ലണം. തുടക്കത്തിൽ അത് പ്രയാസമായിരിക്കും, പക്ഷേ പിന്നീട് അത് സുഖമുള്ള ഒരു അനുഭവമായി മാറുന്നതാണ്. നമ്മുടെ ആത്മാവ് എപ്പോഴാണ് സൂര്യൻ ഉദിക്കുക, ദൈവത്തോട് സംസാരിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ ഉണ്ടാകാൻ തുടങ്ങും. നിങ്ങളും അതിനായി പ്രാർത്ഥിക്കൂ. ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ, ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് കാത്തിരുന്ന് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. അതിന് തടസ്സമുണ്ടാവരുത്, അതിനുള്ള കൃപ തരയണമേ എന്ന് എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം അതിരാവിലെ പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കും. നിങ്ങളും പ്രാർത്ഥിക്കൂ, ദൈവമേ, ഞാൻ അതിരാവിലെ ഒരുങ്ങി അങ്ങയുടെ സന്നിധിയിൽ വന്ന് കാത്തിരിക്കണം. അങ്ങയുടെ ശബ്ദം കേൾക്കണം, അങ്ങയുടെ സാന്നിധ്യം അറിയണമെന്ന് ചോദിക്കൂ. നിങ്ങളുടെ ജീവിതം സന്തോഷകരമായിരിക്കും. ആ ദിവസം മുഴുവനും ദൈവ സാന്നിധ്യം കൂടെയിരുന്ന് അനുഗ്രഹമുള്ളതായി നടത്തുന്നത് അറിയാൻ സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അതിരാവിലെ ഞാനും പുലരുന്നതിന് മുൻപ് എഴുന്നേറ്റ് അങ്ങയെ അന്വേഷിക്കുന്ന ഹൃദയം എനിക്ക് തരയണമേ. തടസ്സങ്ങളെ മാറ്റണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.